നേരത്തെ സുരേഷ് ഗോപി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയിരുന്നു. അതിനുശേഷം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂരിലെത്തി ശക്തൻ തമ്പുരാന് ഇപ്പോൾ ഹാരമണിയിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് സുരേഷ് ഗോപിക്ക് പൊന്നാട ഒരു ഷോൾ അണിയിച്ച് സ്വീകരിക്കുകയാണ്. തൃശ്ശൂരിൽ ശക്തൻ തമ്പുരാനെ ഹാരമണിയിക്കാൻ വേണ്ടി സുരേഷ് ഗോപി പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ, ഗുരുവായൂരിൽ നിന്ന് നേരെ സുരേഷ് ഗോപി തൃശ്ശൂരേക്ക് വരികയായിരുന്നു എന്ന് തോന്നുന്നു. അവിടെ ശക്തൻ തമ്പുരാനെ ഹാരമണിയിക്കാൻ പോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, എന്താണ് അവിടെ മഴയുണ്ടോ ജെയ്സൺ? ഇപ്പോൾ ഇതുവരെയും മഴയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി. സുരേഷ് ഗോപി ഇപ്പോൾ ശക്തൻ തമ്പുരാനെ ഹാരമർപ്പണത്തിന് വേണ്ടി മുകളിലേക്ക് കയറുകയാണ്. BJPയുടെ മറ്റ് നേതാക്കളുണ്ട്. ചിങ്ങമാസം തുടങ്ങുന്ന ദിവസം ശക്തൻ തമ്പുരാന് ഹാരാർപ്പണം ചെയ്തു തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, അദ്ദേഹം ഏറ്റവും പ്രത്യേകം തയ്യാറാക്കിയ തട്ടിലേക്ക് കയറിയിരിക്കുന്നു. BJPയുടെ ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മുകളിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഹരാർപ്പണം ആരംഭിക്കും. നേരത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനമുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൻ്റെ ഒരു വിവാഹം ഗുരുവായൂരിലുണ്ടായിരുന്നു. ആ ഗുരുവായൂർ വിവാഹവും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുന്നത്. തൃശ്ശൂരിലെ ശക്തൻ തമ്പുരാൻ നഗറിലാണ് ശക്തൻ തമ്പുരാൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. തുളസി മാലയാണ് ഹാരാർപ്പണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. സുരേഷ് ഗോപി ഹാരാർപ്പണം നടത്തുകയാണ്. ശക്തൻ തമ്പുരാൻ ഹാരാർപ്പണം നടത്തുന്ന ഈ ശക്തൻ തമ്പുരാൻ പ്രതിമ സുരേഷ് ഗോപി നിർമ്മിച്ചു കൊടുത്തതാണോ? നേരത്തെ KSRTC ബസ് ഇടിച്ച അതാണോ ഇത്? അതെ, KSRTC ബസ് ഇടിച്ച് തകർന്ന പ്രതിമ വീണ്ടും പുനർനിർമ്മിച്ചിരുന്നു. PC MP ആയിരുന്ന കാലത്താണ് ഇത് ആദ്യമായി സ്ഥാപിക്കുന്നത്. പിന്നീട് ദീർഘകാലം വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി ഇരിക്കുകയായിരുന്നു. പിന്നീടാണ് KSRTCയുടെ ലോ ഫ്ലോർ ബസ് ഇടിച്ച് ഇത് തകർന്നു വീഴുന്നത്. പിന്നീട് അത് നിർമ്മാണം നടത്തിയ ശേഷം വീണ്ടും സ്ഥാപിക്കുകയായിരുന്നു. ഇത് ഉദ്ഘാടനം സംബന്ധിച്ച് അന്ന് വിവാദങ്ങളുണ്ടായിരുന്നു. ഉദ്ഘാടനത്തിന് വെച്ചിരുന്നു. പക്ഷേ വൈകും തോറും BJP പ്രവർത്തകർ വന്ന് അത് ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നീട് ഇപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ ഹരാർപ്പണം പൂർത്തിയാക്കിയിരിക്കുന്നു. ഒന്ന് തുളസിമാലയും മറ്റൊന്നൊരു ഡെക്കറേറ്റ് ചെയ്ത ഒരു മാലയുമാണ്. അങ്ങനെ 2 മാലകളാണ് സുരേഷ് ഗോപി ഇപ്പോൾ ശക്തൻ തമ്പുരാന് ചാർത്തിയിരിക്കുന്നത്. മുകളിൽ BJP നേതാക്കളുണ്ട്. BJPയുടെ സംസ്ഥാനത്തെയും ജില്ലയിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ പുഷ്പാർച്ചന നടത്തുകയാണ്. ഹാരാർപ്പണം കഴിഞ്ഞ് ഇനി പുഷ്പാർച്ചന നടത്തുകയാണ്. തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൻ്റെ ശില്പിയാണ് ശക്തൻ തമ്പുരാൻ. തൃശ്ശൂരിൻ്റെ വികസനത്തിൽ തൃശ്ശൂരിൽ സ്വരാജ് റൗണ്ട് കണ്ടാൽ തന്നെ അറിയാം ശക്തൻ തമ്പുരാൻ എത്രമാത്രം ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ഏറ്റവും ശക്തനായ ഭരണാധികാരി, ഒരുപക്ഷേ പഴയ മലയാള രാജ്യത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ശക്തൻ തമ്പുരാൻ. തൃശ്ശൂരിൻ്റെ വികസനം ഏറ്റവും ആധുനിക ചിന്തയോടുകൂടി, അതായത് ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ മുൻവിധികളോടുകൂടി, അതായത് ദീർഘവീക്ഷണത്തോടുകൂടി വലിയ രീതിയിൽ വികസനം നടത്തിയ വ്യക്തിയായിരുന്നു ശക്തൻ തമ്പുരാൻ. ആ ശക്തൻ തമ്പുരാൻ്റെ പ്രതിമ ഏറെ കാലങ്ങൾക്ക് ശേഷമാണ് സത്യത്തിൽ തൃശ്ശൂരിൽ PC MP ആയിരിക്കുന്ന കാലത്താണ് ഈ പ്രതിമ അവിടെ സ്ഥാപിക്കുന്നത്. പിന്നീട് അത് നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ബസ് ഇടിച്ച് അത് തകർന്നു വീഴുന്ന സ്ഥിതിയുണ്ടായി. ആ തകർന്നു വീണതിന് ശേഷം പുനർനിർമ്മിച്ച ശേഷം ഇപ്പോൾ അതിൻ്റെ പുനർനിർമ്മിച്ച ശേഷമുള്ള ഉദ്ഘാടനവും വിവാദത്തിലായിരുന്നു. അന്ന് BJP പ്രവർത്തകർ അന്ന് വന്ന് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ഇപ്പോൾ സുരേഷ് ഗോപി പുഷ്പാർച്ചന കഴിഞ്ഞ് ഇറങ്ങുകയാണ്.